കാത്തിരിപ്പ് ഒരുപാട് സങ്കടവും അതുപോലെ ഒരുപാട് സന്തോഷവും തരുന്നതാണ് കാത്തിരിപ്പ്. കാത്തിരിപ്പിനൊരു സുഖമുണ്ട്. അത് എന്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണെങ്കിലും. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നല്ല ടോയ്സിനും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണത്തിനും വേണ്ടിയിട്ട് വീട്ടുകാരോട് വഴക്കുണ്ടാക്കിയിട്ട് ഒരു കാത്തിരിപ്പുണ്ട്. സ്കൂൾ പഠനകാലത്ത് എക്സാം എല്ലാം കഴിഞ്ഞ് അതിന്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് നമ്മൾ കുട്ടികളൊരു കാത്തിരിപ്പുണ്ടോ. അതുപോലെ പ്രണയാഭ്യർത്ഥന നടത്തിയതിനു ശേഷം കാമുകിയോ കാമുകനോ അതിന്റെ മറുപടിക്ക് വേണ്ടിയിട്ട് ആകാംക്ഷയുടെ ഒരു കാത്തിരിപ്പുണ്ട്. സ്കൂൾ പഠനകാലം കഴിഞ്ഞ് നല്ലൊരു ജോലി, കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് നല്ലൊരു ജോലി. ആ ഒരു ജോലിക്ക് വേണ്ടിയുള്ള പ്രയത്നത്തിൽ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ് ഓഫർ ലെറ്ററിന് വേണ്ടിയിട്ട് ആ ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയുടെ ഒരു കാത്തിരിപ്പുണ്ട്. വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിൽ കൈക്കുഞ്ഞിന്റെ കരച്ചിലിന് വേണ്ടിയിട്ട് അച്ഛന്റെയും ആ കുടുംബത്തിന്റെയും സന്തോഷത്തിന്റെ കാത്തിരിപ്പുണ്ട്. അങ്ങനെ എന്തിനു പറയണം, നമ്മൾ ഒരുപാട് വിശന്ന് വലഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണത്തിന് വേണ്ടി പോലും നമ്മൾ കാത്തിരിക്കാറുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കാത്തിരിപ്പിന് കാരണങ്ങളാണ്. ചിലപ്പോൾ കാത്തിരിപ്പിനൊടുവിൽ നമുക്ക് നിരാശ മാത്രമായിരിക്കും സംഭവിക്കുന്നത്. എങ്കിലും വീണ്ടും വീണ്ടും പ്രതീക്ഷ നൽകുന്നതാണ് കാത്തിരിപ്പ്. ഒരു മനുഷ്യായുസിന്റെ പല ഘട്ടങ്ങളും കാത്തിരിപ്പിന്റെ നേർക്കാഴ്ചകളാണ്. എങ്കിലും നമുക്ക് വേണ്ടി കാത്തിരിക്കാനോ നമ്മൾ കാത്തിരിക്കാനോ നമുക്ക് ചുറ്റിലും ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കാത്തിരിപ്പിനൊരു